ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ലോങ് ആയിട്ടുള്ള നല്ലൊരു അംബ്രല്ല കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ജാക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 45 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ താഴെ മടക്കി അടിക്കാനും തയ്യൽ തുമ്പിനായിട്ട്. ചെസ്റ്റ് നമുക്ക് 11 പ്ലസ് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ആയതുകൊണ്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ വേസ്റ്റ് ആണ് നമ്മുടെ ഷേപ്പ് വരുന്നില്ലേ, അവിടുത്തെ ലെങ്ത് 14 ഇഞ്ചാണ്. അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു ലൂസിനായിട്ടൊക്കെ 1/2 ഇഞ്ച് ഇട്ട് കൊടുത്തും വീണ്ടും എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡർ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ 6.5 ഇഞ്ചും ആം ഹോളും 6.5 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതുപോലെ തുണി 4ആയിട്ട് മടക്കിയിടുക. ഞാൻ ഇപ്പോൾ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലെ തുണിയിൽ ചെയ്താൽ മതി. തുണി ഇതുപോലെ 4ആയി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡറിന് ഇവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കറക്റ്റ് ലെങ്തിനും കറക്റ്റ് വിഡ്ത്തിനും അനുസരിച്ച് തുണിയാണ് 4ആയിട്ട് മടക്കിയിടേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ ആം ഹോൾ ഞാൻ താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോൾ വരുന്നില്ലേ, അവിടെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അടുത്ത് നമ്മുടെ ഷേപ്പ് ലെങ്തും മാർക്ക് ചെയ്ത് ഷേപ്പ് വിഡ്ത്തും ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള തുണി നമുക്ക് താഴോട്ട് അംബ്രല്ല പോലെയാണ് കിടക്കേണ്ടത്. സൈഡ് സ്ലിറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ബാക്കി അങ്ങ് ചരിച്ചൊന്ന് മാർക്ക് ചെയ്തിരുന്നാൽ മതി. ഇത് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ഇതുപോലെ താഴെ നമ്മളൊന്ന് ഒരു ഷേപ്പിന് കിടക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് മേളിലോട്ട് കയറ്റി ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സൈഡെല്ലാം വെട്ടിയെടുക്കാം. അടുത്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടിലെയും ബാക്ക് പാർട്ടിലെയും തുണി മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ട് നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്തില്ലേ, അവിടെ ഒരു 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ നിന്നും 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അവിടെ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി. വേറെ കഴുത്ത് നെക്കൊന്നും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അടുത്ത് നമുക്ക് ബാക്ക് പാർട്ടിൽ ഒരു ചെറിയൊരു നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് 2 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് ചെറുതായിട്ടൊരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വേറെ ലൈനിങ് ഒന്നും ഇടാത്തതുകൊണ്ട് ഒരു ക്രോസ് പീസ് വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾ തുണിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തുണി 4ആയിട്ട് മടക്കിയിടുക. അടുത്ത് നമ്മുടെ ആം ഹോൾ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തത് പോലെ തന്നെയാണ് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്തും ചെസ്റ്റ് വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്നത് അംബ്രല്ല പോലെ താഴോട്ട് കിടക്കണം. അപ്പോൾ താഴോട്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് ബാക്ക് പാർട്ട് ഇതുപോലെ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പാർട്ടും ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തതുപോലെ തന്നെ ഓപ്പണിങ്ങിന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്രോസ് പീസ് നമ്മൾ വെട്ടിയെടുക്കണം. ബാക്ക് പാർട്ടിലെ നെക്കാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് അതിനെ 2ആയിട്ട് മടക്കി വെച്ച് നല്ല വശത്തിൻ്റെ വച്ചിട്ട് തുണിയുടെ നല്ല വശത്തിൻ്റെ വച്ചിട്ട് ഇതുപോലെ അകത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് വെച്ച് അടിച്ചതിന് ശേഷം അകത്തോട്ട് നമ്മൾ മറിച്ച് വെച്ച് ഒന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊരു ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് കഴുത്ത് നല്ല ഷേപ്പിന് കിട്ടണമെന്നില്ല. എങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അടുത്ത ഫ്രണ്ടിൽ ആ ഓപ്പണിംഗ് പാർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതും നല്ല വശത്ത് ഇതുപോലെ നീളത്തിൽ തന്നെ നമ്മളൊരു തുണി കട്ട് ചെയ്ത് എടുക്കണം. അത് വെച്ചാണ് നമ്മൾ അകത്തോട്ട് മറയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും മടക്കി അടിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പണിംഗ് കൂടുതലായിപ്പോൾ, അല്ലെങ്കിൽ അതിനായിട്ടുള്ള തുണി ഇട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതിവിടെ ഞാൻ 2 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തുണിയാണ് പുറത്ത് വെച്ചതിന് ശേഷം അകത്തോട്ട് തച്ച് മറയ്ക്കുന്നത്. പുറത്ത് വെച്ച് ആദ്യം തച്ചതിന് ശേഷം നമുക്ക് അകത്തോട്ടാക്കി നമുക്കൊന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ 2 പാർട്ടിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ടിലെ 2 പാർട്ടായിട്ടല്ലേ കട്ട് ചെയ്തിരിക്കണം. അപ്പോൾ 2 ഭാഗത്ത് ആ ഓപ്പണിംഗ് വരുന്നിടത്ത് ഇതുപോലെ ഒരു തുണി വെച്ച് അടിച്ച് മറിച്ച് എടുക്കുക. ഇതുപോലെ 2 പാർട്ടും ഞാൻ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഷോൾഡറിന് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും ഇതുപോലെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ചേർത്ത് വെച്ച് 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ സ്ലീവ് വയ്ക്കുന്നില്ല, സ്ലീവ്ലെസ് ആയിട്ടാണ്. അപ്പോഴും നമുക്ക് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെട്ടിയെടുത്തതിന് ശേഷം അതും നമ്മൾ കഴുത്ത് എങ്ങനെയാണോ അടിച്ച് മറിച്ചത് അതുപോലെ തന്നെ നമുക്ക് കൈയുടെ അവിടെയും നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കാം. ക്രോസ് പീസ് ഒരു 2 ഇഞ്ച് വീതിക്ക് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് പുറത്ത് വെച്ച് ആദ്യം ഒന്ന് ആ കർവിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം
ഇതുപോലെ അമർത്തി അടിച്ച് അകത്തോട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടും. ഇനി നിങ്ങൾക്ക് സ്ലീവ് വയ്ക്കണമെങ്കിൽ ഇതിന് പകരം സ്ലീവ് വെച്ചാൽ മതിയാവും. ഇനി അടുത്ത് നമ്മുടെ ഷേപ്പില്ലേ, കറക്റ്റ് ഷേപ്പ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോഴേ മാർക്ക് ചെയ്തിരുന്നു. അതിൽ കൂടെ നമുക്കൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ഇതുപോലെ 2 വശവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ടിരുന്നാൽ മതിയാവും. ഇത് കോട്ടായതുകൊണ്ട്, ജാക്കറ്റ് ആയതുകൊണ്ട് 1/2 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ടാൽ മതിയായിരിക്കും. പിന്നെ താഴെയും കൂടെ മടക്കി അടിച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഇതുപോലെ നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും. താങ്ക്